പത്രോസ് പ്രധാനാചാര്യന്റെ മുറ്റത്തു നിൽക്കുകയാണ്. അകത്തു ഗുരു ഭേദ്യം ചെയ്യപ്പെടുന്നു. തണുപ്പായിരുന്നതിനാൽ ഭൃത്യരും സേവകരും തീ കായുകയായിരുന്നു. പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. അകത്തു ഗുരു വേദന അനുഭവിക്കുമ്പോൾ പുറത്തു ശിഷ്യൻ ശരീരത്തെ ചൂടു നൽകി തൃപ്തിപ്പെടുത്തുന്നു. ശരീരത്തിന്റെ തണുപ്പ കട്ടാനുള്ള വ്യഗ്രതയാണ് പത്രോസിനെ ആ തീയുടെ അടുത്തേക്ക് ആകർഷിച്ചത്. തന്റെ ഗുരു അനുഭവിക്കുന്ന പീഡകളോർത്ത് ധ്യാനിച്ചിരുന്നെങ്കിൽ അവന് ആ തീയിൽ നിന്ന് അകന്നു നിൽക്കാമായിരുന്നു. ഗുരുവിനെ തള്ളിപ്പറയാതിരിക്കാമായിരുന്നു. പലപ്പോഴും നാം ദൈവത്തെ തള്ളിപ്പറയുന്നത് ഭൗതിക തലങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ്. എപ്പോഴെല്ലാമാണോ ആത്മീയതയെക്കാളും ഗൗരവമായി നമ്മുടെ ഭൗതികത വളരുക, അപ്പോഴെല്ലാം നാം ഗുരുവിനെ തള്ളിപ്പറയുന്ന പത്രോസാവുകയാണ്. ഭൗതികത നൽകുന്ന സുഖങ്ങൾക്ക് കുമിളയുടെ ദൈർഘ്യമേ ഉള്ളൂ എന്ന് നാം മനസ്സിലാക്കുമ്പോഴേക്കും ആത്മീയത നൽകിയ നന്മകൾ കൈമോശം വന്നിരിക്കും. കത്തുന്ന വിളക്കിൽ എരിഞ്ഞടങ്ങുന്ന ഈയലുകളെ പോലെ. മനുഷ്യൻ എന്തിനെയാണ് പിഞ്ചെല്ലേണ്ടത്? അവന്റെ അഭിവാഞ്ചകളെയോ അതോ അവന്റെ മനസ്സിലെ മൂല്യങ്ങളെയോ, ഭൗതികതയെയോ ആത്മീയതയെയോ? ഇവ രണ്ടും എതിർചേരികളിലാകുമ്പോൾ എന്തിനെ പിന്താങ്ങണം? ദിവ്യസൂര്യനിൽ നിന്ന് പത്രോസ് അകന്നു നിന്നതുകൊണ്ട് അവന് കുളിരനുഭവപ്പെട്ടു. കുളിര കട്ടാനുള്ള അവന്റെ പരിശ്രമത്തിൽ അവനെ തന്നെ നഷ്ടമായി. ഭൗതികതയ്ക്ക് പുറകെ പോകാതെ ആത്മീയതയിൽ ക്രൂശിതന്റെ ചാരെ ജീവിക്കാൻ ശ്രമിക്കാം.